ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മീയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റും അതിന് പിന്നാലെ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും. അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായി ഭക്തർ കാണുന്ന തന്ത്രി തന്നെ ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നത് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ്. പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ശബരിമലയുടെ തന്ത്രികാവകാശമുള്ള താഴമൻ കുടുംബത്തെയും ദേവസ്വം ബോർഡിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ശബരിമലയിലെ പരമാധികാര പദവി ദുരുപയോഗം ചെയ്തു നടന്ന വലിയ സാമ്പത്തിക ക്രമക്കേടുകളിലേക്കും ആചാര ലംഘനങ്ങളിലേക്കുമാണ് ഈ കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നത്. 2019 ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണപോറ്റി സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികൾ കടത്തിയ സമയത്ത് രാജീവരായിരുന്നു തന്ത്രി എന്നത് കേസിൽ നിർണായകമായി. ശ്രീകോവിലിന്റെ വാതിൽ കട്ടിളയിൽ ഉറപ്പിച്ചിരുന്ന ദശാവതാര രൂപങ്ങൾ പതിപ്പിച്ച സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുന്നതിന് ആവശ്യമായ താന്ത്രിക വിധികൾ പാലിച്ചില്ലെന്നും ഈ ഗുരുതരമായ മോഷണവും ആചാര ലംഘനവും ബോർഡിനെ അറിയിക്കാൻ തന്ത്രി തയ്യാറായില്ലെന്നും SIT റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശാൻ എന്ന വ്യാജേന കൊണ്ടുപോയ ഈ പാളികൾ പിന്നീട് ബംഗളൂരുവിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് വെച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലിലാണ് തന്ത്രിയുടെ പങ്ക് കൂടുതൽ വ്യക്തമാകുന്നത്. കാരണം ശബരിമലയിൽ നിന്ന് കടത്തിയ ഈ പാളികൾ പൂജയ്ക്കായി എത്തിച്ച ബംഗളൂരുവിലെ ക്ഷേത്രത്തിലും കണ്ഠരര് രാജീവ് തന്നെയായിരുന്നു അവിടത്തെയും തന്ത്രി. ശബരിമലയിലെ വിഗ്രഹത്തിൽ സ്പർശിക്കേണ്ട പവിത്രമായ പാളികൾ തനിക്ക് തന്ത്രികാവകാശമുള്ള മറ്റൊരു ക്ഷേത്രത്തിൽ പൂജയ്ക്ക് കൊണ്ടുവന്നത് തന്ത്രി അറിഞ്ഞില്ലെന്ന് പറയുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണെന്ന് പോലീസ് കോടതിയെ ബോധിപ്പിച്ചു. സ്വന്തം താന്ത്രികാവകാശമുള്ള മറ്റൊരു ക്ഷേത്രത്തിൽ ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് തന്ത്രിയുടെ നേരിട്ടുള്ള അറിവോ സമ്മതമോ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. 1903 മുതൽ ശബരിമലയുടെ തന്ത്രികാവകാശം കൈവശം വെച്ചിരുന്ന താഴമൻ കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ രാജീവരന് ലഭിച്ചിരുന്ന അചഞ്ചലമായ വിശ്വാസത്തെയാണ് തട്ടിപ്പിനായി ഉപയോഗിക്കപ്പെട്ടത്. ദേവസ്വം ബോർഡ് മാനുവൽ പ്രകാരം ക്ഷേത്രത്തിന് പുറത്തേക്ക് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുപോകാൻ പാടില്ലെന്ന നിയമം തന്ത്രിയുടെ സാന്നിധ്യത്തിൽ പരസ്യമായി ലംഘിക്കപ്പെട്ടു. നട തുറക്കുന്നത് മുതൽ അടയ്ക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അവസാന വാക്കാക്കേണ്ട വ്യക്തി ക്ഷേത്ര സ്വത്ത് അപഹരിക്കാൻ കൂട്ടുനിന്നത് വലിയ കുറ്റകൃത്യമായിട്ടാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. വിജയമല്യ സന്നിധാനം സ്വർണം പൊതിഞ്ഞ കാലം മുതലുള്ള ഇടപാടുകളിൽ തന്ത്രിയുടെ കുടുംബത്തിന് പങ്കുണ്ടോ എന്നും SIT അന്വേഷിക്കുന്നുണ്ട്. 1998-99 കാലഘട്ടത്തിലും രാജീവര് തന്നെയായിരുന്നു തന്ത്രി പദവി അലങ്കരിച്ചിരുന്നത്. അക്കാലത്തും സമാനമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടാകാം എന്ന സംശയത്തിലാണ് അന്വേഷണം നീളുന്നത്. ശബരിമലയിലെ ജീവനക്കാരുടെ നിയമനത്തിലും തന്ത്രിക്ക് വലിയ സ്വാധീനമുണ്ട്. മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും വെക്കുന്ന പരികർമ്മങ്ങളിൽ തന്ത്രിയുടെ വിശ്വസ്തരായ 10ഓളം പേർ സ്ഥിരമായി സന്നിധാനത്ത് ഉണ്ടാകാറുണ്ട്. സാധാരണ ജീവനക്കാർക്ക് 1 വർഷത്തെ കാലാവധിയാണെങ്കിൽ തന്ത്രിയുടെ ആളുകൾക്ക് മാറ്റമുണ്ടാകാറില്ല. ഉദ്യോഗസ്ഥരുടെ സ്പെഷ്യൽ ഡ്യൂട്ടി നിശ്ചയിക്കുന്നതിൽ വരെ തന്ത്രിയുടെ റോൾ അന്വേഷണ വിധേയമാണ്. ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ ജീവനക്കാരന്റെ പദവിയിലുള്ള തന്ത്രി തന്റെ അധികാരം ഉപയോഗിച്ച് അഴിമതി നടത്തിയതിനാൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളും അദ്ദേഹത്തിന് മേൽ ചുമത്തിയിട്ടുണ്ട്. അയ്യപ്പന്റെ പിതൃസ്ഥാനീയൻ എന്ന വിശ്വാസത്തെ ചിലർ വ്യക്തിപരമായ സാമ്പത്തിക ലാഭത്തിനായി ഉപയോഗിച്ചതായാണ് ഈ വലിയ തട്ടിപ്പിന് കളമൊരുക്കിയതെന്നും സർക്കാർ വിലയിരുത്തുന്നു. 2019 മെയ് മാസത്തിൽ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുക്കുമ്പോൾ രാജീവര് സന്നിധാനത്ത് ഉണ്ടായിരുന്നു എന്നത് തെളിയിക്കപ്പെട്ടതാണ്. ശ്രീകോവിലിൽ നിത്യവും പൂജ നടത്തുന്ന തന്ത്രിക്ക് അവിടുത്തെ മാറ്റങ്ങൾ മനസ്സിലാകാതിരിക്കില്ല. എന്നിട്ടും അത് മറച്ചുവെച്ചതും ഒന്നാം പ്രതിക്ക് സഹായങ്ങൾ ചെയ്തതും ഗൂഢാലോചനയുടെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം SIT തന്ത്രിയെ മണിക്കൂറോളം ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച പരസ്പര വിരുദ്ധമായ മറുപടികളാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. ശബരിമലയിലെ കീഴ്വഴക്കങ്ങളെ അട്ടിമറിച്ച് വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചുവെന്ന കണ്ടെത്തൽ വിശ്വാസ സമൂഹത്തെ വലിയ പ്രതിഷേധത്തിലേക്കും നയിച്ചിട്ടുണ്ട്. ശബരിമലയുടെ ചൈതന്യവും ആത്മീയ മൂല്യവും സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള വ്യക്തി തന്നെ ഇത്തരം കൊള്ളയ്ക്ക് മൗനാനുവാദം നൽകിയത് മാപ്പർഹിക്കാത്ത ഒരു കുറ്റമാണെന്നാണ് പൊതുവിലയിരുത്തൽ. മോഷണം പോയ സ്വർണ്ണപ്പാളികളുടെ യഥാർത്ഥ മൂല്യവും അത് എവിടെയൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രി കണ്ഠരര് രാജീവരെ 13ആം പ്രതിയായിട്ടാണ് ചേർത്തിരിക്കുന്നത്. കേസിൽ കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒരു പാരമ്പര്യത്തിന്റെ വിശ്വാസത്തെ മുഴുവൻ തകർക്കുന്ന രീതിയിലുള്ള ഈ ക്രമക്കേടുകൾ ശബരിമലയുടെ വിശുദ്ധിക്ക് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. രാഷ്ട്രീയ സ്വാധീനവും മതപരമായ പദവിയും ഉപയോഗിച്ച് ഈ കേസിനെ അട്ടിമറിക്കാൻ നീക്കങ്ങൾ നടക്കുന്നുവെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്.
എന്നാൽ തന്ത്രിയുടെ അറസ്റ്റോടെ അന്വേഷണം പുതിയൊരു ദിശയിലേക്ക് മാറിയിരിക്കുകയാണ്. ശബരിമലയുടെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ അതിനെ കച്ചവടവൽക്കരിക്കാൻ ശ്രമിച്ചത് നീതീകരിക്കാനാവില്ല. ഈ കേസിന്റെ വിചാരണയും തുടർ നടപടികളും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലും ആത്മീയ മണ്ഡലത്തിലും വലിയ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.